അന്ന് എഞ്ചിൻ പണി വന്നത്. ആണോ അതാ ഞാൻ ചോദിക്കാൻ വന്നത്. അതായത് എഞ്ചിൻ താങ്ങത്തില്ലെന്നൊക്കെ പറഞ്ഞ് വാറണ്ടി പീരീഡിൻ്റെ ഉള്ളിൽ തന്നെ ഒരു എഞ്ചിൻ കിടില ഒരു എഞ്ചിൻ പണി വന്നു. രണ്ടാമത്തെ തവണയല്ലേ എഞ്ചിൻ പണിയായിട്ട് വന്നത്? എഞ്ചിൻ ഫ്ലഷ് യൂസ് ചെയ്യുന്ന രീതി റോങ് ആയിരുന്നു. നമ്മുടെ വാറണ്ടിയുടെ പരിപാടി അതാണ്. എല്ലാവരും ഒത്തിരി പേരോട് ചോദിച്ചായിരുന്നു, ബ്രോ അത് വാറണ്ടി കിട്ടേണ്ട അല്ലേ വാറണ്ടി, അപ്പോൾ ഇതാണ് വാറണ്ടിയുടെ കേസ് കേട്ട്. എനിക്ക് ഭയങ്കര വാല്യൂ സൗണ്ട്. ഞാൻ തന്നെ ദൈവമേ ഹൈവേയിൽ അത്രയും സ്പീഡ് പിടിച്ച് ഓടിച്ചതിൻ്റെ ആയിരിക്കും. പോയി എഞ്ചിൻ പോയി. പക്ഷേ ദിവസം കഴിയുന്നവരും സൗണ്ട് കൂടി വരികയാണ്. അങ്ങനെ കൂടി അവസാനം പൊട്ടേന്ന് സൗണ്ട് ആയപ്പോൾ ഞാൻ വെറുതെ മുന്നിലോട്ട് നോക്കിയപ്പോൾ ഇനി നിനക്ക് വാറണ്ടി ഇല്ല. ഇവൻ്റെ വാറണ്ടി തീർന്നു ഗൈസ്. 60,000 കിലോമീറ്റർ. അപ്പോൾ എത്ര വാറണ്ടി ഉണ്ട് ശരിക്കും? 60,000 അല്ലെങ്കിൽ 5 വർഷം. അപ്പോൾ ഒരു വർഷം എത്ര? 2 വർഷം? 3 വർഷം. ഇപ്പോൾ ഈ മെയ് 28 ആകുമ്പോഴത്തേക്ക് 3 വർഷമാവും. 3 വർഷം കൊണ്ട് 60,000 കിലോമീറ്റർ ഓടിച്ചു. 60,000 65 66 ആവുന്നു. ഇപ്പോൾ റീസെൻ്റ്ലി 65ൻ്റെയും കൂടെ സർവീസ് കഴിഞ്ഞു. ടോട്ടൽ അപ്പോൾ എത്ര മേജർ സർവീസ് കഴിഞ്ഞിട്ടുണ്ട്? 12 എണ്ണത്തോളം. 12 എണ്ണം കഴിഞ്ഞില്ലേ? ഓക്കെ. അതിനകത്തുനിന്ന് എക്സ്പെൻസീവ് അങ്ങനെ എക്സ്പെൻസീവ് എന്ന് പറയാനില്ല. നോർമൽ ജനറൽ സർവീസുകൾ എനിക്ക് ഒരു 1600 800 രൂപ തൊട്ട് 2100 200 രൂപയ്ക്കുള്ളിലാണ് ആവാറുള്ളത്. ഓയിലും ഫിൽറ്ററും മാത്രം മാറുന്ന അങ്ങനത്തെ സർവീസ് ആണെന്നുണ്ടെങ്കിൽ ഒരു 1600 രൂപ ആ റേഞ്ചിൽ വരുന്നുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ എയർ ഫിൽറ്ററും അതുപോലെ ബ്രേക്ക് പാഡോ അങ്ങനത്തെ ഐറ്റങ്ങൾ മാറുന്നുണ്ടെങ്കിൽ, ബ്രേക്ക് പാഡ് കിട്ടണ്ട, എയർ ഫിൽറ്റർ കൂടെ മാറ്റിയിട്ടുള്ളതിനാണെന്നുണ്ടെങ്കിൽ ഒരു 2000 രൂപ 2200 രൂപയ്ക്കുള്ളിലാണ് അതിൻ്റെ പ്രൈസ് പോകുന്നത്. കുഴപ്പമില്ല, ഓക്കെ ആണ്. പിന്നെ ഞാൻ ബ്രേക്ക് പാഡും കൂടെ മാറുന്നതാണെങ്കിൽ ഞാൻ 2 എണ്ണം കൂടെ ഒന്നിച്ച് മാറാറില്ല. ഞാൻ ഫ്രണ്ടാണ് കൂടുതലും മാറാറ്. അപ്പോൾ അതുകൂടെ മാറിക്കഴിഞ്ഞാൽ ഒരു 2500 2600 അതിൻ്റെ ഇത്. ഇത്രയും ഓടിച്ചപ്പോൾ ചെയിൻ ആൻഡ് സ്പ്രോക്കറ്റിൻ്റെ പിന്നീട് മാറ്റം വന്നിട്ടുണ്ട്. ചെയിൻ ആൻഡ് സ്പ്രോക്കറ്റ് എനിക്കൊന്ന് ഞാൻ 2 പ്രാവശ്യം മാറിയിട്ടുണ്ട്. 2 പ്രാവശ്യം? 2-3 പ്രാവശ്യം. എല്ലാം 25 കിലോമീറ്റർ. എനിക്കൊരു ആവറേജ് 21-22 കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പം ഇപ്പോൾ 60 3 പ്രാവശ്യം. മൂന്നാമത്തെ കിടക്കുന്നത്. 1 2 മൂന്നാമത്തെ ഇപ്പോൾ കിടക്കുന്നത്. ആദ്യം സ്റ്റോക്ക് ടയർ ഉണ്ടായിരുന്നു. സ്റ്റോക്ക് ടയറിൽ നിന്ന് ഞാൻ പിന്നെ ഒരു സ്റ്റോക്ക് ടയർ ഇട്ടിട്ടുണ്ടായിരുന്നു. അതും കഴിഞ്ഞിട്ട് ഞാൻ റേസ് ടൂറാർ ഇട്ടു. ടൂറാർ ഇട്ടിട്ട് ഒരു സ്റ്റോക്ക് ടയർ ഇട്ടു. ആ സ്റ്റോക്ക് ടയർ കഴിഞ്ഞാൽ 5-5ാമത്തെ സെറ്റ് ടയറാണ്. അപ്പോൾ ഒരു 10-12 റേഞ്ചിലായിരുന്നു എനിക്ക് ടയറിൻ്റെ ഇത് കിട്ടുന്നത്, മാറ്റിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഉള്ളതാണ് അന്ന് എഞ്ചിൻ പണി വന്നത്. ആണോ അതാ ഞാൻ ചോദിക്കാൻ വന്നത്. അതായത് എഞ്ചിൻ താങ്ങത്തില്ലെന്നൊക്കെ പറഞ്ഞ് വാറണ്ടി പീരീഡിൻ്റെ ഉള്ളിൽ തന്നെ ഒരു എഞ്ചിൻ കിടില ഒരു എഞ്ചിൻ പണി വന്നു. മേജർ ആയിട്ടുള്ളത് പറഞ്ഞു. ഫുൾ ഒന്ന് എഞ്ചിൻ ഡിസ്മാൻഡിൽ ആയിട്ട് ഒന്നുകൂടെ വെച്ചതാണ്. എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ തവണയല്ലേ എഞ്ചിൻ പണിയായിട്ട് വന്നത്? അന്ന് മറ്റേ സംഭവം മൊത്തത്തിൽ ഷട്ട് ഡൗൺ ആയി റോഡ് നമ്മൾ അതാണ് സ്റ്റാർട്ടർ മോട്ടോർ പോയതാണ്. അത് എഞ്ചിൻ പണിയായിട്ട് കൂട്ടണ്ട. അത് കാരണം അത് ക്ലച്ച് മാറുന്ന പോലെ ഉള്ളൂ. ക്ലച്ച് മാറുന്ന ആരും എഞ്ചിൻ പണിയായിട്ട് കൂട്ടാറില്ല. പക്ഷെ അതൊരു കുറേ ദിവസം ഇരുന്നല്ലോ നമ്മൾ. ഇല്ല, 2 ദിവസം. 2 ദിവസം ഇരുന്നില്ല? 2 ദിവസം ഇരുന്നു. മാസങ്ങളോളമൊക്കെ വട്ടിയൊക്കെ ഷോറൂമിൽ ഇരിക്കുന്നവരുണ്ട്. അതൊക്കെ വെച്ചാൽ 2 ദിവസം ലക്ഷറി. ശരിയാ. അപ്പം അത് ഒന്ന് മാറി. അത് അണ്ടർ വാറണ്ടിയിലാണ് മാറിയത്. അതിന് പൈസ ഒന്നും ആയിട്ടില്ല. ഈ രണ്ടാമത്തെ എഞ്ചിൻ പണിയും ആദ്യം ഞാൻ പൈസ കൊടുത്തു. കാരണം അത് അവിടെ ഷോറൂമിൻ്റെ അവിടെ എന്നെ അറ്റൻഡ് ചെയ്ത ഒരു സർവീസ് സ്റ്റാഫിൻ്റെ മിസ്റ്റേക്ക് ആയിരുന്നു. ആള് സ്കൂട്ടറിൻ്റെ സർവീസ് ഇൻ്റർവെല്ലും ലൈക്ക് വാറണ്ടിയും ഇതുമായിട്ട് കൺഫ്യൂസ്ഡ് ആയിപ്പോയി. ലൈക്ക് 50,000 എന്തോ സ്കൂട്ടേഴ്സിന് എന്തോ തീരുമായിരുന്നു. ഞാനെന്നാൽ 50 ആയപ്പോൾ കൊടുത്ത സർവീസിനാണ് ഇത് മാറ്റിയത്. അപ്പം ആൾ വിചാരിച്ചു 50 അത് കഴിഞ്ഞു, സോ അത് പേയബിൾ ആണെന്ന് ക്രോസ് ചെക്ക് ചെയ്തില്ല. 60 വരെ ഉണ്ടായിരുന്നു. ഞാനും അന്നേരം വിചാരിച്ചുകൊണ്ടിരുന്നത് ഓക്കെ എഞ്ചിൻ്റെ അകത്തെ ഈ ബെയറിങ്ങിന് വാറണ്ടി കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് ഞാൻ കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഞാൻ ഈ പണി എനിക്ക് അർജൻറ്റായിട്ട് ആ പണി ചെയ്യണമായിരുന്നു. അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അതിനെപ്പറ്റി തിരക്കിയപ്പോഴാണ് മനസ്സിലായത് എനിക്ക് ബെയറിങ്ങിനും വാറണ്ടി ഉണ്ട്. കാരണം എല്ലാവരും അതാ ചോദിച്ചത്, എഞ്ചിൻ്റെ ഉള്ളിലത്തെ ഒരു ഘടകം ഇല്ലേ? അതെ, പിന്നെ എങ്ങനെയാണ് എഞ്ചിൻ്റെ ഉള്ളിലെ ഘടകമാണെന്ന് പറഞ്ഞ് നമുക്ക് എല്ലാത്തിനും ഒന്നും കിട്ടണമെന്നില്ല. പിസ്റ്റണോ അല്ലെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇല്ല. ആദ്യത്തെ ചെറിയ കിലോമീറ്ററുകൾ കാണുന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കിട്ടും. 50,000 ഒക്കെ ഓടിയിട്ട് ഞാൻ പിസ്റ്റൺ സീനുണ്ട് അല്ലെങ്കിൽ സീലിംഗ് പോയി എന്നൊക്കെ പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര റെയറായിട്ടേ കിട്ടാറുള്ളൂ. കാരണം അതിന്റെ ബ്രാക്കറ്റിനകത്ത് വരും. അതാണ് അവിടെ എല്ലായിടത്തും ഓരോ ഗ്രേ ഏരിയാസ് ഉണ്ട്. വേണമെങ്കിൽ അവർക്ക് തരാം അല്ലെങ്കിൽ തരാതിരിക്കാം എന്നുള്ളൊരു സാധനമാണിത്. കാരണം അതിനൊരു ഒരു പ്രത്യേക ഇതില്ല. അതേസമയം ഒരു സെൻസർ അടിച്ചു പോയാലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അതിനകത്തെ ഗിയറിൻ്റെ അടിച്ചു പോയാലോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാം ഓക്കെ ഇതൊന്നും നമ്മളൊന്നും ചെയ്തിട്ട് പോകുന്നില്ല, അങ്ങനെ പോകുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു പിന്നെ പ്രോപ്പറായിട്ട് ഏതെങ്കിലും ഒരു സർവീസ് ഇന്റർവൽ മിസ് ചെയ്തിട്ട് അത് മിസ് ചെയ്താൽ തരത്തില്ല, നോക്കണ്ട വാറണ്ടി. കാരണം പ്രോപ്പറായിട്ട് അവരുടെ സിസ്റ്റത്തിൽ അപ്ഡേറ്റഡ് ആയിരിക്കണം. ഒരെണ്ണം നമ്മൾ വിട്ടുപോയി എന്ന് പറഞ്ഞാലും അത് വെച്ചിട്ടായിരിക്കും കമ്പനി അത് റിജക്ട് ചെയ്യുന്നത്. ഷോറൂമിലെ ആളുകൾക്ക് ചില പറയായിരിക്കും ഈ സർവീസിന് സ്ഥിരമായിട്ട് കൊണ്ടുവന്ന ഒരാളാണ് അതാ. പക്ഷേ സിസ്റ്റത്തിൽ അത് എൻ്റർ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഈ ഷോറൂമിലെ ആളുകൾ ഈ സംഭവം മാറ്റി വെച്ചിട്ട് അവരത് ക്ലെയിമിന് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അവർ വാറണ്ടി റിജക്ട് ചെയ്യും. കാരണം നമുക്ക് വന്നത് സെയിം ഇഷ്യൂ ആയിരുന്നു. നമ്മൾ നോക്കിയപ്പോൾ നമ്മുടെ പരിപാടി ഓഡിയൻസ് മൊത്തം കണ്ടിട്ടുണ്ട്. നമ്മുടെ എല്ലാ സർവീസും നമ്മൾ ഡോക്യുമെന്റ് ചെയ്ത് വീഡിയോ ഉൾപ്പെടെ ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് കിട്ടിയില്ല? അതെ, അത് സംഭവം അതായിരുന്നു. ആള് അത് 50,000 ആണെന്ന് ക്ലെയിമേ ചെയ്തില്ല. പിന്നെ നമ്മൾ ഇതുപോലെ ഇഷ്യൂ റേസ് ചെയ്തു. ഇതുപോലെ നമ്മൾ പറഞ്ഞത് കിട്ടേണ്ടതാണല്ലോ. എൻ്റെ അടുത്തുനിന്ന് ഒരു 10,000 രൂപയോളം കൊടുക്കുകയും ചെയ്തു. അപ്പം ഇതെനിക്ക് കിട്ടേണ്ടതാണെന്ന് കണ്ടിട്ട് ഞാൻ അതിൻ്റെ ഷോറൂമിലും അതുപോലെ തന്നെ മേളിലോട്ടും അതിനെ പറ്റിയിട്ട് സംസാരിച്ചപ്പോഴാണ്
അവരത് റീഇംബേഴ്സ് ചെയ്ത് തന്നത് എനിക്ക്. പിന്നെ അത് ഫുൾ ഒരു 1 മന്ത് നിന്ന പ്രോസസ്സാണ്. അത് പെട്ടെന്നല്ല കിട്ടിയത്, കഷായിച്ചു. പെട്ടെന്ന് കിട്ടത്തില്ല അത്, കാരണം അത് ഓൾറെഡി ബില്ലെല്ലാം ക്ലോസ് ആയി. ഞാൻ പേയ്മെൻറ്റ് അടച്ച് ബില്ലും ക്ലോസ് ആയി, എല്ലാം കഴിഞ്ഞതാണ്. അപ്പോൾ പിന്നെ നമ്മൾ പോയിട്ട് അത് കുത്തിപ്പൊക്കി ബില്ല് റീഓപ്പൺ ചെയ്ത് അവരത് അങ്ങനെ മാറ്റി എടുത്തൊക്കെയാണ് നമുക്ക് ആ പൈസ തിരിച്ചു കിട്ടിയത്. അതിലും 10 രൂപ എനിക്ക് കിട്ടിയില്ല, ഒരു 2500 രൂപയോളം എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. അത് കിട്ടത്തില്ല, അത് പാട്ടിൻ്റെ ആണെന്ന് പറഞ്ഞാൽ അവർ ലേബറും ബാക്കി പരിപാടികൾ അസംബ്ലിങ്ങിൻ്റെ എല്ലാം പൈസ അതിനകത്തുനിന്ന് കുറച്ചു. എൻ്റെ ഗിയറിൻ്റെ ഒരു 4th ഗിയർ തേഞ്ഞിട്ടുണ്ടായിരുന്നു, അതും ക്ലച്ച് ഷാഫ്റ്റിൻ്റെ ബെയറിങ്ങും കൂടാണ് മാറിയത്. അപ്പം അതിൻ്റെ രണ്ടിൻ്റെയും പിന്നെ ഗ്യാസ്കറ്റ് പോലത്തെ സാധനങ്ങളുടെയൊക്കെ കൺസ്യൂമബിൾസ് ആ ചാർജസ് ആണ് അവർ. അപ്പോൾ ഇതിൻ്റെ മറ്റേ 4th ഗിയറൊക്കെ തേഞ്ഞപ്പോൾ അതിനൊക്കെ നല്ല കോസ്റ്റ് ആയോ? ഇല്ല, അതെല്ലാം കൂടെ 2500 രൂപ. കറക്റ്റ് ഗിയറിന് എത്രയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, അത് ബില്ലിലുള്ള എമൗണ്ട്. ഞാൻ ചോദിച്ചോ മൊത്തത്തിൽ അത്ര കയ്യിൽ നിന്ന് പോയുള്ളൂ. അങ്ങനത്തെ ഒരു പണിക്ക് അത്രേ പോയുള്ളൂ എന്നുകൊണ്ട് ഞാൻ സമാധാനിക്കണം. കാരണം സർവീസും കൂടെ ചേർത്താണ്. കാരണം ഞാൻ അതിൻ്റെ കൂടെ ഓയിലും മാറി ഫിൽറ്ററും മാറി എൻ്റെ ഒരു ജനറൽ സർവീസിനൊപ്പം തന്നെയാണ് ഞാൻ ഈ പരിപാടി ചെയ്തത്. അപ്പോൾ ഞാൻ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് എൻ്റെ സർവീസ് കോസ്റ്റും ിനേക്കാളും കുറച്ചുകൂടെ ആയിട്ടുള്ളൂ. അതിൽ പിന്നെ ഞാൻ മെയിനായിട്ട് നോക്കിയത് കംപ്രഷൻ എന്തെങ്കിലും സീനുണ്ടോ, മൈലേജ് കുറയുന്നുണ്ടോ, പവർ കുറയുന്നുണ്ടോ, വണ്ടിക്ക് അനാവശ്യ സൗണ്ട് ഉണ്ടോ എന്നൊക്കെയായിരുന്നു. ആദ്യത്തെ കുറച്ച് കിലോമീറ്ററുകൾ ഒരു വാൽവിൻ്റെ ഒരു ചെറിയ സൗണ്ട് ഉണ്ടായിരുന്നു, പക്ഷേ അത് ക്ലിയർ ആയി. പിന്നീട് അഡ്ജസ്റ്റ് ചെയ്യിപ്പിക്കേണ്ടി വന്നില്ല, അത് തന്നെ ക്ലിയർ ആയി. വാൽവ് ക്ലിയറൻസ് ഒക്കെ ചെയ്യാറുണ്ടോ? വാൽവ് ക്ലിയറൻസ് ഞാൻ ആദ്യമൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ വലിയ സൗണ്ട് ഇല്ല, സൗണ്ട് വാൽവിന് അതിനും മാത്രം നമുക്ക് ആ ടാപ്പ് ആൻഡ് നോയ്സ് കേൾക്കുവാണെങ്കിൽ മാത്രം കൊണ്ട് ചെയ്താൽ മതി. ഞാനങ്ങനെ അധികം വാൽവിന് ലോഡ് കൊടുക്കുന്ന പോലെ ഓടിക്കാറില്ല. പിന്നെ സർവീസും പ്രോപ്പർ ടൈമിൽ ചെയ്യുന്നതുകൊണ്ട് വാൽവിന് എനിക്ക് 65 ഓടിയിട്ടും എനിക്ക് വാൽവിന് വലിയ സീനില്ല, ക്ലിയറൻസ് നോക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. പിന്നെ നീ ഈ കറക്റ്റ് ഒരു 6000 ആണോ നീ ചെയ്യുന്നത്, അതോ 5000? ഞാൻ ഓൾമോസ്റ്റ് 6 കഴിഞ്ഞിട്ടോ ആണ് മാറ്റിക്കൊണ്ടിരുന്നത് ഓയിൽ ആക്ച്വലി. അതായത് ഒന്നീ കറക്റ്റ് 6000, അല്ലെങ്കിൽ ചിലപ്പോൾ 6200, 300, ഒരു 500 വരെയൊക്കെ പോയിട്ടുണ്ട് ചില സമയത്ത്. നമ്മൾ വണ്ടി എടുത്തിടം മുതൽ ഇവിടെ വരെ. പക്ഷേ ഒരു 80% ടൈമിൽ ഞാൻ ഒന്നിൽ ഓൾമോസ്റ്റ് 6000 തന്നെ മാറുന്നത്, കറക്റ്റ് ആ കണക്ക് നോക്കിയിട്ട് തന്നെ മാറുന്നത്. ചില സമയത്ത് 1-2 പ്രാവശ്യം എന്തോ കുറച്ച് മുന്നോട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇഷ്യൂസ് ഒന്നും ഫേസ് ചെയ്തിട്ടില്ല. വണ്ടിക്ക് ആ ഓയിൽ മാറാത്തതിൻ്റെതായിട്ടും സർവീസ് കിട്ടാത്തതിൻ്റെതായിട്ടുള്ള ഒരു ടെൻഷൻ വണ്ടി കാണിക്കും, അതല്ലാണ്ട് വേറെ ഇഷ്യൂ ആയിട്ടൊന്നും വന്നിട്ടില്ല. അപ്പോൾ അന്നത്തെ ആ ഇഷ്യൂ എന്തുകൊണ്ട്? പിന്നെ ഈ ബെയറിങ് പോയിന്റ് ഇഷ്യൂ ഞാൻ പിന്നെ മനസ്സിലാക്കിയത്, ബെയറിങ് പോകുന്നതിന് മുമ്പൊക്കെ ഞാൻ 2-3 സർവീസിലല്ലോ 2 പ്രാവശ്യം ഞാൻ ആക്ച്വലി എഞ്ചിൻ ഫ്ലഷ് യൂസ് ചെയ്തിട്ടുള്ളൂ. എഞ്ചിൻ ഫ്ലഷ് യൂസ് ചെയ്യുന്ന രീതി റോങ് ആയിരുന്നു നമ്മുടെ. അതായത് നമ്മൾ നോർമലി എഞ്ചിൻ ഓയിലിനകത്തോട്ട് ഫ്ലഷ് ഒഴിച്ചു, ആ ഓയിൽ ഒന്ന് സർക്കുലേറ്റ് ചെയ്തു. ഷോറൂമിൽ പറഞ്ഞായിരുന്നു, ഷോറൂമുകാരും അങ്ങനെയാണ് ചെയ്യാറ്. അവർ യൂസ് ചെയ്യാനൊന്നും പറഞ്ഞില്ല, അത് എൻ്റെ വില്ലിംഗ് ആയിട്ട് ഞാൻ ചെയ്തത്, അവർ റെക്കമെൻഡ് ഒന്നും ചെയ്യാറില്ല അത്. അപ്പം ഞാൻ ഒരിക്കൽ ചുമ്മാ യൂസ് ചെയ്യാമല്ലോ എന്ന് കണ്ടിട്ട് യൂസ് ചെയ്തു. അപ്പം എനിക്ക് എത്ര കിലോമീറ്ററിൽ അതിട്ട്? അത് എത്ര 20 കിലോമീറ്റർ എന്തോ കഴിഞ്ഞപ്പോഴോ, അല്ല 20,000 ഞാൻ ചെയ്തത്. ഫ്ലഷ് നമ്മൾ യൂസ് ചെയ്തിട്ട് ആ ഓയിൽ ഡ്രെയിൻ ചെയ്തിട്ട് ഒന്നും കൂടെ ഒരു ഓയിൽ ഒഴിച്ചത് ഡ്രെയിൻ ചെയ്യണം കംപ്ലീറ്റ് ആയിട്ട്. അതായത് നീ ഫ്ലഷ് ഒഴിച്ചു, എല്ലാം ചെയ്തു, ഡ്രെയിൻ ചെയ്തു, ഇനി പുതിയ ഓയിൽ എന്ന് പറഞ്ഞാൽ നീ നെക്സ്റ്റ് ഒഴിക്കാൻ പോകുന്ന ഓയിൽ തന്നെ ഒഴിക്കണമെന്നല്ല. ഈ അല്ലാണ്ട് ചെറിയ 200 രൂപയ്ക്കൊക്കെ ലിറ്ററിന് 200 രൂപയ്ക്കൊക്കെ കിട്ടുന്ന ഇങ്ങനത്തെ ഫ്ലഷ് ഓയിൽ എന്ന് പറഞ്ഞൊക്കെയുള്ള ഓയിലുകളുണ്ട്, ഈ വലിയ ഈ ഗ്രേഡ് ഒന്നും ഇല്ലാത്ത സാധനം. അതേലൊന്ന് ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് സർക്കുലേറ്റ് ചെയ്തിട്ട് ആയിരുന്നു. അതാണ് ഓടിക്കൊന്നും വേണ്ട, ജസ്റ്റ് എഞ്ചിൻ റണ്ണിങ് ഇട്ടാൽ മതി. അങ്ങനെയാണ് ആക്ച്വലി ആ ഫ്ലഷ് പ്രോസസ്സ് കംപ്ലീറ്റ് ആണ്. കാരണം ഫ്ലഷ് എന്ന് പറയുന്ന ഒരു നമ്മുടെ ഡിറ്റർജൻ്റ് ആണ്, അതായത് എഞ്ചിൻ ഓയിലിൻ്റെ പ്രോപ്പർട്ടി ആ വിസ്കോസിറ്റി എല്ലാം കളഞ്ഞ് തിന്നാക്കും. അപ്പോൾ ഈ സാധനം കംപ്ലീറ്റ് ആയിട്ട് എഞ്ചിനകത്തുനിന്ന് പോയില്ലെങ്കിൽ പറ്റുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഇത് അവിടെ ഇവിടെയൊക്കെ കിടക്കും, ഡ്രെയിൻ പാനിനകത്തും എഞ്ചിൻ്റെ അവിടെ ഇവിടെയൊക്കെ ചെറിയ ഇത് കിടക്കും. നെക്സ്റ്റ് ഓയിൽ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ആ ഓയിലിനെ പ്രോപ്പർട്ടി ചെയ്ത് ബാധിക്കും. ഞാൻ അത്ര ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമല്ലായിരുന്നു ഇത്. ആരും അങ്ങനെ, എനിക്ക് തോന്നുന്നില്ല നമ്മളാരും അങ്ങനെ ചെയ്യാറുണ്ട്. എല്ലാവരും എഞ്ചിൻ ഇല്ലില്ല, എല്ലാവരും എഞ്ചിൻ ഫ്ലഷ് പൊട്ടിച്ചൊഴിക്കുക, അടുത്ത് ഒഴിക്കുക. പക്ഷെ അങ്ങനെ സ്ഥിരമായിട്ട് ചെയ്യുകയാണ്, അല്ലെ 1-2 പ്രാവശ്യം ഫ്രീക്വന്റ് ആയിട്ട് ചെയ്യുക. 2 തവണ ചെയ്തപ്പോൾ ഇത്ര അറിഞ്ഞു അതായിരിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതാണെന്ന് ഞാൻ പറയുന്നില്ല, അതായിരിക്കാം മേ ബി. കാരണം അതല്ലാണ്ട്, കാരണം ഞാൻ നോക്കിയിട്ട് ഒരു കാരണവും ഇല്ല ആ ബെയറിങ് പൊട്ടണ്ടേ. കാരണം ഞാൻ പ്രോപ്പറായിട്ട് അവർ പറഞ്ഞ ഓയിൽ ഒഴിക്കുന്നതാണ്, ആ എഞ്ചിൻ അങ്ങനെ വലിയ സ്ട്രെസ് കൊടുത്ത് ഓടിക്കുന്നതല്ല. ഒരു രീതിക്കും എൻ്റെ ആ ഒരു പാർട്ട് പൊട്ടേണ്ട കാര്യമില്ല. എൻ്റെ വാൽവ് പോയാൽ ഞാൻ സഹിക്കും, ഓക്കെ എൻ്റെ ഓടിയിട്ടാണ്. എൻ്റെ പിസ്റ്റം പോയാൽ ഞാൻ ഈ ഷാഫ്റ്റിൻ്റെ ഇതെങ്ങനെ പോയി. അപ്പം അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കിയത്, ഞാൻ കുറച്ച് പേരോട് കൺസൾട്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞതുമായിട്ടുള്ളൊരു പോസിബിലിറ്റിയാണിത്. അപ്പം മേ ബി അതുകൊണ്ടായിരിക്കാം. അപ്പം നിങ്ങൾ അടുത്ത പ്രാവശ്യം ഫ്ലഷ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കാര്യം ഒന്ന് ശ്രദ്ധിച്ചോളുക. ഫ്ലഷ് യൂസ് ചെയ്തിട്ട് അല്ലാണ്ടുള്ളൊരു ഓയിലോ അല്ലെ വേറെ ഏതെങ്കിലും കരി ഓയിലോ, ആ കിടക്കുന്ന ഓയിൽ അല്ലാണ്ട് ഒരു ഓയിലൂടെ ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ഫ്ലഷ് ഇല്ലാണ്ടൊന്ന് കളയണം. അങ്ങനെ മൊത്തത്തിൽ ആ ഫ്ലഷ് ഔട്ടായി പോകണം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ പുതിയ നല്ല സിന്തറ്റിക് ഓയിൽ ഒഴിച്ചെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ ഇത് പോവും, ക്യാരക്ടർ പോവും ഈ ഓയിലിൻ്റെ. അപ്പോൾ അതിൽ പിന്നെ ഞാൻ അങ്ങനെ ഫ്ലഷ് യൂസ് ചെയ്തിട്ടില്ല. വാറണ്ടിയുടെ പരിപാടി അതാണ്. എല്ലാവരും ഒത്തിരി പേരോട് ചോദിച്ചായിരുന്നു, ബ്രോ അത് വാറണ്ടി കിട്ടണ്ടേ അല്ലേ വാറണ്ടി. അപ്പോൾ ഇതാണ് വാറണ്ടിയുടെ കേസ് കേട്ട്
പിന്നീട് അതിനെപ്പറ്റി ഉടനെ ഒരു വീഡിയോ ചെയ്യാഞ്ഞതിൻ്റെ കാരണം എന്നാൽ അത് അങ്ങനെ ചെയ്യേണ്ട ഒരു റിലവൻസി തോന്നിയില്ല. നെക്സ്റ്റ് ഈ ഓണർഷിപ്പ് എക്സ്പീരിയൻസിൽ തന്നെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അന്നേരം അങ്ങനെ പറയാൻ. പക്ഷേ എന്നോട് DM ചെയ്തവരോടെല്ലാം ഞാൻ അതിനുള്ള ഉത്തരം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കോമൺ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും വാറണ്ടിയുടെ കാര്യം പറയാൻ എനിക്ക് അതാണുള്ളത്. നിങ്ങൾ പ്രോപ്പറായിട്ട് സർവീസ് ഹിസ്റ്ററി കീപ്പ് ചെയ്യുക. അവർ പറയുന്ന പോലെ തന്നെ വണ്ടി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒട്ടുമിക്ക ഡാമേജസിനൊക്കെ തന്നെ വാറണ്ടി കിട്ടും. എല്ലാവരുടെയും ഭയങ്കര കൺസേൺ ആണ്, അയ്യോ അത് എഞ്ചിൻ പോയി തീർന്നു. ഒന്നുമില്ല, അത് ഞാൻ നല്ലപോലെ പണി അറിയാവുന്ന ഒരു മെക്കാനിക്കിനെ കൊണ്ട് തന്നെയാണ് അത് ചെയ്യിപ്പിച്ചത്. അതുകൊണ്ട് എനിക്ക് ആ എഞ്ചിൻ അഴിച്ചതിലോ തിരിച്ച് ഫിറ്റ് ചെയ്തതിലോ ഒരു ടെൻഷനും ഇല്ല. ഞാൻ നോക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും വണ്ടിയുടെ ക്യാരക്ടറിൽ ഒരു മാറ്റവും ഇല്ല. സൗണ്ട് വ്യത്യാസം ഒരു വ്യത്യാസമില്ല. ഇല്ല, ലൂസ് ടൈറ്റ് ഫീലോ സ്ഥിരം എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന അതേ മൈലേജ് തന്നെ കിട്ടുന്നുണ്ട്, അതേ പവർ ഡെലിവറി വണ്ടിക്ക് കിട്ടുന്നുണ്ട്. ശരി. 60 കിലോമീറ്റർ ആയിട്ട് മൈലേജ് എങ്ങനെയുണ്ട്? മൈലേജ് എനിക്ക് കൺസിസ്റ്റന്റ് ആണ്. ഞാൻ മര്യാദയ്ക്ക് ഓടിച്ചാൽ ഇപ്പോഴും എനിക്ക് 42 തൊട്ട് 45 ഇടയ്ക്ക് മൈലേജ് കിട്ടും. വളരെ പയ്യം പാവം വെച്ച് ഓടിച്ചാൽ എനിക്ക് 46, 47, 6 റേഞ്ചിലും കിട്ടും. നമ്മൾ രണ്ടും വെച്ചിട്ട് നമ്മൾ പോകുന്ന ഒരു 70-75 ക്രൂസിങ് ആ ഒരു സെറ്റപ്പിലാണെങ്കിൽ 38 തൊട്ട് 42 ഇടയ്ക്ക്. എത്രത്തോളം അഗ്രസീവായിട്ട് കൊടുക്കുന്നു അതിനനുസരിച്ച് ഡ്രോപ്പ് ആകും. എനിക്ക് ഏറ്റവും വേഴ്സ്റ്റ് കിട്ടിയേക്കുന്നത് 38 ആണ്. 38 താഴോട്ട് എനിക്ക് പോകാറേ ഇല്ല മൈലേജ്. അത് ഗോവയിലൊക്കെ എനിക്ക് ആകെ 38 താഴെ പോയത് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഒരിക്കൽ നാട്ടിലോട്ട് വന്നത് 120-125 ക്രൂസ് ചെയ്തായിരുന്നു ഹൈവേയിൽ. ആ സ്പീഡ്സിൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഓടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് 30 കിലോമീറ്റർ. എങ്ങനെ ക്രൂസ് ചെയ്യാൻ പറ്റും ഈ വണ്ടിയിൽ? പറ്റും. എന്തോ വൈബ്രേഷനാ? ഇല്ല, വൈബ്രേഷൻ നല്ല തെരിപ്പുണ്ട്. കാരണം അത് കഴിഞ്ഞ് തിരിച്ച് നാട്ടിൽ വന്നപ്പോഴത്തേക്ക് എൻ്റെ എക്സോസ്റ്റിന്റെ 2 ബോൾട്ട് ഊരിപ്പോയി. 2 ബോൾട്ട് അവിടെ ഇല്ലായിരുന്നു. കൈക്ക് കാലിനൊക്കെ ഇല്ല, അത് അങ്ങനെ അത്ര ഇല്ല, അത്ര ഇഷ്യൂ. ഗ്ലൗസ് ഇട്ടതുകൊണ്ട്. പിന്നെ ഗ്ലൗസ് ഇടണ്ടേ? ഞാൻ പറഞ്ഞ അല്ലാതെ വെറുതെ അത് കുറച്ച് 100 തന്നെ ഓടിച്ച് കഴിയുമ്പോഴത്തേക്കും കറക്റ്റ് ഇങ്ങനെ ഇല്ല. 100 ഓടിക്കുമ്പോഴേ എനിക്ക് ഒരിക്കലും അതിന് അങ്ങനെ ആ കൈക്ക് ഈ വിറയൽ സാധനം റോണിന് എനിക്ക് വരാറില്ല. കൈക്കും ഫീറ്റിനും ഫീറ്റ് കറക്റ്റ് നിലത്ത് കിട്ടുമ്പോൾ എനിക്ക് ആ സാധനം തോന്നില്ല. ഞാൻ ബൂട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ടും ഗ്ലൗസ് യൂസ് ചെയ്യുന്നു, അത്രയും കട്ടിയുള്ള ഗ്ലൗസ് ഇടുന്നതുകൊണ്ടായിരിക്കാം. ബോൾട്ട് ഒരു കാര്യം ബോൾട്ട് ഊരിപ്പോയി. ഞാൻ വന്നപ്പം എനിക്ക് ഭയങ്കര വാല്യൂ സൗണ്ട്. ഞാൻ തന്നെ ദൈവമേ ഹൈവേയിൽ അത്രയും സ്പീഡ് പിടിച്ച് ഓടിച്ചതിൻ്റെ ആയിരിക്കും. പോയി എഞ്ചിൻ പോയി. പക്ഷേ ദിവസം കഴിയുന്നവരും സൗണ്ട് കൂടി വരികയാണ്. അങ്ങനെ കൂടി അവസാനം പൊട്ടേന്ന് സൗണ്ട് ആയപ്പോൾ ഞാൻ വെറുതെ മുന്നിലോട്ട് നോക്കിയപ്പോൾ ഉണ്ട് ആ എക്സോസ്റ്റിന്റെ കറക്റ്റ് നമ്മുടെ ഫിറ്റ് ചെയ്യുന്ന 2 ആണല്ലോ, അത് ഊരിയിട്ട് ഗ്യാപ്പായിട്ട് നിൽക്കുന്നത്. എക്സോസ്റ്റ് ഇങ്ങനെ ആടും. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഊരി നിലത്ത് ഇല്ല, ഊരി നിലത്ത് പോകത്തില്ല. കാരണം അവിടുത്തെ 2 ബോൾട്ട് പോയിട്ട് അവിടെ വിട്ട് നിൽക്കുന്നേ ഉള്ളൂ. ഊരി നിലത്ത് പോകണമെങ്കിൽ അതിന്റെ സെൻട്രലിലെല്ലാം എക്സോസ്റ്റ് മൗണ്ട് ചെയ്ത് അതെല്ലാം പോകണം. ഇത് എഞ്ചിനിൽ നിന്നുള്ള മൗണ്ടിങ് മാത്രമാണ് വിട്ട് നിന്നത്. എന്നിട്ട് ഞാൻ അപ്പോഴേ കോട്ടയത്ത് കൊണ്ട് അവർ ബോൾട്ട് വെച്ച് തന്നു, സെറ്റായി. അങ്ങനെ അതുകൊണ്ടായിരുന്നു. അപ്പം അത്രയിൽ ക്രൂസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിക്ക് നല്ല സ്ട്രെയിനാണ്. എൻ്റെ ഒരു ആവറേജ് ക്രൂസിങ് സ്പീഡ് 90 to 100. 100-ന് മുകളിൽ പോകാൻ ഞാൻ നോക്കാറില്ല. 100-ന് മുകളിൽ പോകുന്ന വണ്ടിക്ക് അത്ര ഇഷ്ടമല്ല. മറ്റേ ഇത് മാറ്റിയായിരുന്നോ? അലോയ് മാറ്റി 60 മാറ്റി. അലോയ് ബെൻഡായിട്ട് ഗോവയ്ക്ക് പോയ വഴിക്ക് പണിയും കിട്ടി. അത് പണി കിട്ടിയാൽ ഞാൻ ചോദിച്ചു വാങ്ങിച്ച പണിയാണ്. കാറ്റടിച്ച് ആ കയറ്റി അത് കറക്റ്റ് സീലിൽ നിൽക്കുകയായിരുന്നു. ഞാൻ ചുമ്മാ എയർ പ്രഷർ നോക്കിയപ്പോൾ 40 എന്തോ കിടക്കുന്നത്. അയ്യോ ഇത് കൂടുതലാണല്ലോ എന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ സീലിംഗ് പോയി. ഓൾറെഡി അലോയ് ബെൻഡ് ഗ്യാപ്പ് ഉണ്ടായിരുന്നു അവിടെ. കാറ്റെല്ലാം പോയി. പിന്നെ അടിച്ചിട്ട് നിൽക്കുന്നില്ല. ഇല്ലില്ല, അത് എവിടെ വെച്ചാ മറ്റേ അത് ബാംഗ്ലൂരിൽ നിന്ന് ഒരു 200-250 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. രാത്രിയിലൊരു 4 മണി സമയത്ത് വെളുപ്പിനെ അവിടുന്ന് പിന്നെ പമ്പൊക്കെ നോക്കി 2-3 പമ്പിൽ നിന്നൊക്കെ കാറ്റടിച്ചിട്ട് നിൽക്കുന്നില്ല. അങ്ങോട്ട് നീങ്ങുമ്പോഴേ എത്ര കിലോമീറ്റർ നീങ്ങുമ്പോൾ തീരും? കിലോമീറ്റർ കണക്കൊന്നും ഇല്ല, കുറച്ചങ്ങോട്ട് ഓടിക്കുമ്പോഴേ പോവാണ് കാറ്റ്. നിനക്ക് കൈ വെച്ചാൽ അറിയാം കാറ്റ് നിന്റെ കൈ അടിക്കുന്നത് കിട്ടും. അങ്ങനെ അങ്ങ് കുറേ. പിന്നെ ഞങ്ങൾ ഒരു വിധത്തിൽ ഒരു കട കണ്ടുപിടിച്ച് ഒരു 8 മണിയാകുമ്പോഴത്തേക്ക് ഒരു ബായിയുടെ കട തുറപ്പിച്ച് ട്യൂബ് ഇട്ടപ്പം ഓക്കെ സെറ്റായി. ട്യൂബ് ഇട്ടിട്ട് ഗോവയ്ക്ക് പോയിട്ട് തിരിച്ചു വന്നു. അതായത് ആ ട്യൂബ് അങ്ങനെ ഇട്ട് തന്നെ വണ്ടി ഒരു 1000 കിലോമീറ്ററോളം ഓടി. എന്നിട്ട് ഞാൻ ബാംഗ്ലൂർ വന്നിട്ടാണ്, ബാംഗ്ലൂരിൻ്റെ ഫ്രണ്ട് വീൽ അവൈലബിൾ ആയിരുന്നു. അങ്ങനെ ഞാൻ അവിടുന്ന് ഫ്രണ്ട് വീൽ മാറി. അതിനൊരു 5500 രൂപ 6000 രൂപയ്ക്ക് അടുത്തായി. മൊത്തത്തിൽ നീ ഈ ഇത്രയും കാലഘട്ടം കൊണ്ട് എത്ര ചിലവാക്കിയിട്ടുണ്ടെന്നല്ലോ ഐഡിയ ഉണ്ടോ? അതായത് പെട്രോൾ മാത്രം പറയുവാണെങ്കിൽ നീ 60,000-65,000 കിലോമീറ്റർ പെട്രോൾ മാത്രമാണെങ്കിൽ നമുക്ക് കണക്ക് കൂട്ടി നോക്കാം. അതായത് ഈ ലക്ഷങ്ങളുടെ കണക്ക് വരും. ലക്ഷം കണക്ക് വരും. ഇപ്പം പെട്രോളിൻ്റെ കൂട്ടം ഒരു ആവറേജ് ഒരു 42 ഇട്ട് നോക്കാം മൈലേജ്. ഓൾമോസ്റ്റ് ആ ഒരാണ് എൻ്റെ ആവറേജ് മൈലേജ് ഇരിക്കുന്നത്. അപ്പോൾ 65,000 കിലോമീറ്റർ ഓടാനായിട്ട് 45 കിലോമീറ്റർ മൈലേജ് അല്ലേ? അല്ല 42. 1548 ലിറ്റർ പെട്രോൾ ഇൻറ്റു 106 കേരളത്തിലെ കണക്ക് വെച്ച് നോക്കാം നമുക്ക്. 1,64,000
47 രൂപയുടെ പെട്രോൾ ആയിട്ടുണ്ട് ഇത്രയും കിലോമീറ്റർ. 65,000 കിലോമീറ്റർ ഓടിച്ചു കഴിഞ്ഞാൽ 1,64,047 രൂപയുടെ പെട്രോൾ മാത്രം അടിച്ചിട്ടുണ്ട്. ഇനി സർവീസ് നോക്കാം. 12 സർവീസ്. 42 ആണ് മൈലേജ് കിട്ടുന്നത്. നിങ്ങൾക്കൊക്കെ എനിക്ക് തോന്നുന്നു 45 കിട്ടുന്നവരുണ്ട്, പെയ്യ അടിക്കുന്നവർ. എനിക്ക് എൻ്റെ ഓടിയതിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എല്ലാവർക്കും മൈലേജ് സമാധാനത്തിൽ ഒരു 60-65 ഓടിക്കുന്ന 70 ഓടിക്കുന്ന ആളുകൾക്ക് 45 എന്തായാലും കിട്ടും, ഉറപ്പാണ്. പിന്നെ 12 സർവീസ് കൂട്ടിക്കോ പോട്ടെ. ആദ്യത്തെ 3 സർവീസിന് വലിയ പൈസ ഒന്നും ആയില്ലെന്ന് പോട്ടെ. ഒരു 10 സർവീസ്, 10 സർവീസിന് 1,600 വെച്ചിട്ട് തന്നെ 16,000 രൂപയായി. ഒരു 2,500 രൂപ ഇട്ട് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷെ നീ ഇടയ്ക്കിടയ്ക്ക് ഓരോ സാധനങ്ങൾ 25,000. അതെ, ഇടയ്ക്കിടയ്ക്ക് സാധനങ്ങൾ മാറുന്നുണ്ട്. അപ്പോൾ അത് കൺസിസ്റ്റൻ്റ് ഇല്ല. ഞാൻ ഒരു ആവറേജ് കണക്കാണ്. 25,000 രൂപയുടെ സർവീസ് ചെയ്യാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, 25,000 മിനിമം 25,000 രൂപയുടെ. പിന്നെ ഈ ഇടയ്ക്കിടയ്ക്ക് സാധനം മാറുന്നതിൻ്റെ ആവറേജ് എന്തെങ്കിലും കാണും? ഒരു 1,000. അതിപ്പോൾ ഞാൻ പറയാം. ഞാൻ ഇപ്പോൾ തന്നെ 6,000 രൂപയുടെ വീല്. ടയറിൻ്റെ വിലയുണ്ട്. ടയറിന് ഫ്രണ്ട് ആൻഡ് ബാക്ക് ടയറിന് ഒരു പ്രാവശ്യം ഞാൻ മാറുമ്പോൾ ഒരു 5,000 രൂപ കൂട്ടിക്കോ, അവിടെ 6,000 രൂപ കൂട്ടിക്കോ. മൂന്ന് തവണ ഞാൻ ടയർ മാറി, 12,000 രൂപ അവിടെ. ഓക്കെ. ചൈന സ്പ്രോക്കറ്റ് എനിക്ക് തോന്നുന്നൊരു അതിൻ്റെ വില എത്രയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. ചൈന നല്ല വിലയാണ്. ഇല്ല, 2,500-നുള്ളിൽ എന്തായാലും ആകത്തുള്ളൂ. അത് തന്നെ ഒരു 2-3 കിടക്കുന്നത്. അപ്പം അതും വരുമ്പം 8,000 രൂപ. പിന്നെന്തോ ഞാൻ മാറിയേ? വേറെ അങ്ങനെ കാര്യമായിട്ടൊന്നും മാറിയിട്ടില്ല. പിന്നെ അതെല്ലാം ബാക്കിയെല്ലാം വാറണ്ടിയിലാണ്. വാറണ്ടി എല്ലാം കൂടെ നീ ഒരു 5,000 രൂപ കൂട്ടിക്കോ. വാറണ്ടിയിൽ മാറിയ സാധനങ്ങളുടെ എല്ലാം കൂടെ മറ്റേ അല്ലാണ്ടുള്ള ചില്ലറ കോസ്റ്റ് ഒരു 5 ഇട്ടോ, 5 കൂടുതലാണ് അതിന്. കാരണം ഇപ്രാവശ്യം എഞ്ചിൻ്റെ മാത്രമുള്ള 2,500. ബാക്കി ഓൾമോസ്റ്റ് എല്ലാം എനിക്ക് 0 കോസ്റ്റ് ആണ്. അപ്പോൾ അതോടെ വരുമ്പോൾ അത്ര എങ്ങനെ പോയാലും ഒരു 2 ലക്ഷം രൂപ കയ്യിൽ നിന്ന് എക്സ്ട്രാ പറഞ്ഞ് ചിലവാക്കിയ സാധനം 31,000 രൂപ. അത് സർവീസ് മെയിൻ്റനൻസ് എല്ലാം കൂടെ. മെയിൻ്റനൻസിന്റെ കയ്യിൽ നിന്ന് എക്സ്ട്രാ സ്പെയർ പാർട്സ് ഇങ്ങനെ മാറ്റേണ്ട സാധനം അത് 31 രൂപ. സർവീസ് ഒരു 25 രൂപ കൂട്ട്. നോർമൽ ജനറൽ സർവീസ് എന്നുള്ള രീതിക്ക് 20 കൂട്ട്. 20,000 എത്രയായി? 51,000 ആയില്ലേ? പെട്രോൾ 1,64 അല്ലേ? 2,15,000. ഞാൻ വണ്ടി വാങ്ങിച്ച ഓൺ റോഡ് വിലയെക്കാളും 15,000 രൂപ എക്സ്ട്രാ എനിക്ക് 3 വർഷം കൊണ്ട് വണ്ടി. അതായത് പക്ഷെ അത് കറക്റ്റ് വാറണ്ടി പീരീഡിനകത്ത് അത്രയും തീർത്തതുകൊണ്ട് സെറ്റാ ഇല്ലേ? മീൻസ് 60,000 കിലോമീറ്റർ. ഇല്ല, എനിക്ക് മുതല. ഞാൻ ഓടിച്ചിട്ടുണ്ട്. ഞാൻ അതുപോലെ വണ്ടി ഓടിച്ചു. ഞാൻ ഈ വണ്ടി കൊടുത്ത പൈസക്ക് മുതലാക്കാനായിട്ട് ഞാൻ ഓടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കത് ഓക്കെയാണ്. പിന്നെ എന്നോട് ഇപ്പം ഒരാൾ ചോദിച്ചിരുന്നു ഇതുപോലെ പില്ലണെ വെച്ചുകൊണ്ട് പോകാൻ പറ്റിയ സ്പീഡ്, മൈലേജ് കാര്യങ്ങളൊക്കെ. പില്ലണെ വെച്ചുകൊണ്ട് പോകാൻ പറ്റിയ സ്പീഡ് നമുക്കൊരു 90 വരെയൊക്കെ നല്ല ഹൈവേ ക്രൂസ് ചെയ്യാം പില്ലണെ പുറകെ വെച്ചുകൊണ്ട്. മൈലേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പില്ലും കംഫർട്ടബിൾ ആയിരിക്കും. ഒരു 40 കിട്ടും. 90 പോയാലോ? പില്ലണെ വെച്ച് 90 പോയാലും ഒരു 38, 35, 40 അടയ്ക്കാം എന്ന് ഞാൻ പറയത്തുള്ളൂ. ലോഡ് നല്ല ഒരു മൈലേജ് എന്നാലും. പില്ലണെ വെച്ചുകൊണ്ട് കമ്മ്യൂട്ടിംഗ് ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ 40-42 കിട്ടും. വണ്ടിയിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. എനിക്കങ്ങനെ വണ്ടി വലിയ ഗുണമില്ല, അതൊന്നുമില്ല. എനിക്ക് മൈലേജ് ഉണ്ട്, കംഫർട്ടുണ്ട്, വലിയ തലവേദന ഇല്ലാണ്ട് ഓടുന്നുണ്ട്. വണ്ടി ഓവറോൾ നല്ല വണ്ടിയാണ്, മര്യാദയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ ഈ സർവീസിൽ എല്ലാവരും എന്തൊക്കെ വിളിക്കുന്നതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ചിലരുണ്ട് TVS എന്നുള്ള ബോർഡ് എവിടെ കണ്ടാലും കൊണ്ടങ്ങ് സർവീസിന് കൊടുക്കും. മേജർ ഡീലർഷിപ്പിൽ കൊടുക്കുക. ഞാൻ ഈ സാധനം ഇതുവരെ സർവീസ് ചെയ്തിട്ടുള്ളത് കോട്ടയം TVS ചെയ്യുന്നു, ബാംഗ്ലൂർ ഡീലർഷിപ്പിൽ വീലൊക്കെ മാറ്റി അവിടുന്ന് 60,000 സർവീസും ചെയ്ത് അവിടുന്ന്, പിന്നെ ഉള്ളത് കൊച്ചിൻ TVS ഒരു പ്രാവശ്യം. ഈ 3 അല്ലാണ്ട് വേറൊരിടത്തും കൊടുക്കാൻ എനിക്ക് തോന്നാറില്ല. കാരണം എനിക്ക് അറിയത്തില്ല. എനിക്ക് അവിടെ പോയിട്ട് അവരോട് വഴക്കുണ്ടാക്കാൻ ഒരു താല്പര്യമില്ല. കോട്ടയത്തെ കാര്യം എനിക്കറിയാം, ബാംഗ്ലൂരും എനിക്കറിയാവുന്ന മെക്കാനിക് ആയിരുന്നു അവിടെ. ഞാനത് അതുകൊണ്ട് അവിടെ പോയി. കൊച്ചിനിലും അതുപോലെ തന്നെ എനിക്ക് അവിടെ കുഴപ്പമില്ല ചെയ്തിട്ടുള്ളതുകൊണ്ട് അറിയാം. അപ്പോൾ ഈ 3 അല്ലാണ്ട് കൊടുക്കുമ്പം എനിക്കത് സർവീസ് എനിക്ക് അതിൽ ടെൻഷനുണ്ട്. ഇന്ത്യ വേറെ എവിടെ കൊടുക്കുന്ന കാര്യം ആലോചിച്ചാലും ഞാൻ ടെൻഷൻ അടിക്കും. അത് എന്താ സീൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നീ ഒരു വണ്ടി മേടിച്ചിട്ട് സർവീസിന് കൊടുക്കുമ്പോഴത്തേന് അവർ എക്സ്പെർട്ടീസാണ്, അവർ ചെയ്തോളൂ എന്നുള്ള വിശ്വാസം നീ കൊടുക്കുകയും ചെയ്യും. എന്നാൽ അവിടെ ഇരിക്കുന്നവരൊക്കെ അതെല്ലാവരും അങ്ങനെ ചെയ്യണമെന്നില്ല. വണ്ടിയില്ലേ TVSനോട് എനിക്കൊരു റെക്കമെൻഡേഷൻ അതിലുള്ളത്, നിങ്ങൾ പ്രീമിയം സർവീസ് ചെയ്യുമ്പം അത് പ്രീമിയം മെക്കാനിക്സിനെ കൊണ്ട് മാത്രം ചെയ്യുന്നു എന്നുള്ള ഉറപ്പ് വരുത്തുക. ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്ന ഒരിടത്തും പ്രീമിയത്തിന് 2-3 ബേ വേറെ ഇട്ടിട്ടുണ്ടായിരിക്കും, 2 ബേ ഒക്കെ മാക്സിമം. പക്ഷേ അതിൻ്റെ ടെക്നീഷ്യനും മറ്റേതിൻ്റെ ചെയ്യാറുണ്ട് മിക്കയിടത്തും. അതും അറിയാം. അങ്ങനെയല്ല, അത് വേറെ ആക്കണം. കാരണം പ്ലസ് സർവീസിൻ്റെ ഡിലേയും വരുന്നുണ്ട്. പ്രീമിയം വരുന്നത് പ്രീമിയം മാത്രം ചെയ്യുക. നിങ്ങൾ ചിലപ്പം TVS ചിലപ്പോൾ കമ്പനി ഒത്തിരി അല്ലാണ്ട് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ അറ്റ് ദ ഡൗൺ എൻഡ് യൂസറിലോട്ട് അതൊന്നും ആപ്ലിക്കബിൾ ആവുന്നില്ല. ഡീലർഷിപ്പിൽ ചെല്ലുമ്പം ഇപ്പം ഇവൻ ജൂപ്പിറ്ററും കൊണ്ട് ചെന്നാലും ഞാൻ റോണും കൊണ്ട് ചെന്നാലും എനിക്കും അവിടെ ഡിലേ വരുന്നുണ്ട്, നിനക്കും അവിടെ ഡിലേ വരുന്നുണ്ട്, നമ്മൾ രണ്ടുപേരും ഇങ്ങനെ ഇരിപ്പുണ്ട്. പറയുമ്പോൾ ഞാൻ പ്രീമിയം കസ്റ്റമറാണ്, അല്ലെ RR വാങ്ങിച്ച കസ്റ്റമർ ഇരിപ്പുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. സ്ട്രിക്റ്റ് അത് പ്രീമിയം ആളുകളെ കൊണ്ട് മാത്രം ചെയ്യിപ്പിക്കുന്നു എന്നുള്ള ഉറപ്പ് വരുത്തുക. കാരണം ഓൾമോസ്റ്റ് എൻ്റെ അറിവിൽ ഈ റോണിന് അല്ലെ പ്രീമിയം ബൈക്സ് ചെയ്യുന്ന ടെക്നീഷ്യന്മാർക്കെല്ലാം പ്രോപ്പർ ട്രെയിനിങ് കിട്ടിയിട്ടുള്ളവരാണ്. അവർക്ക് ഈ വണ്ടികൾ പണിയാൻ അറിയാം. പ്രശ്നം പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ തിരക്കായി കഴിയുമ്പോഴത്തേക്ക് വേറെ ആളുകൾ ചിലപ്പോൾ അറ്റൻഡ് ചെയ്യും. ഓക്കെ. അതിപ്പം സാധാരണക്കാരന് അറിയത്തുമില്ല. സാധാരണക്കാർക്ക് എങ്ങനെ അറിയാനാണ്?
ഇവൻ എനിക്ക് പോലും അറിയത്തില്ല ഒരു ഡീലർഷിപ്പിൽ ചെന്നാൽ അതിൽ ആരാണ് പ്രീമിയത്തിന്റെ ടെക്നീഷ്യൻ, ആരാണ് സാധാരണ ടെക്നീഷ്യൻ. പക്ഷെ ഇവർ നോക്കുമ്പോൾ വെറുതെ ഒരു ഓയിൽ ചേഞ്ച് എല്ലാവരും നോക്കുമ്പോൾ ടെക്നീഷ്യന്മാരുടെ അങ്ങനെ പോട്ടെ, അത് ശ്രദ്ധിച്ച് കാര്യമായിട്ട് ചെയ്യുന്നെങ്കിൽ കുഴപ്പമില്ല. പ്രീമിയം പണിയുന്ന ആളുടെ ഒരു മൈൻഡ് സെറ്റും നോർമൽ പണിയുന്ന ഒരാളുടെ മൈൻഡ് സെറ്റും രണ്ടും രണ്ടാണ്. പ്രീമിയം നീ അതുപോലെ ഹാൻഡിൽ വിത്ത് കെയർ എന്നുള്ളൊരു സാധനത്തിലായിരിക്കും ചെയ്യുന്നത്. നോർമൽ അങ്ങനെ ആയിരിക്കത്തില്ല, കുറച്ചും കൂടെ ഹറിബറി ആയിട്ട് പെട്ടെന്ന് ചെയ്ത് തീർത്ത് വിടുമായിരിക്കും. കാരണം അത് അത്രയ്ക്ക് പണി അതിനകത്ത് വരുന്നുള്ളൂ, അത്രയ്ക്ക് എമൗണ്ട് അവിടെ ഒരു കസ്റ്റമർ പേ ചെയ്യുന്നുള്ളൂ. അതൊരു മാസ് ഇതാണ്. പക്ഷേ പ്രീമിയം കസ്റ്റമേഴ്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും അവർ കുറച്ചുകൂടെ ഈ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കുന്ന ആളുകളായിരിക്കും. അപ്പം അങ്ങനെ അവരെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്ക് അവർക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വന്നു കഴിയുമ്പോഴത്തേക്ക് അതൊരു അരോചകത്വം തന്നെ. അവർക്ക് പിന്നെ ആ ബ്രാൻഡിനോടുള്ളൊരു ഒരു ഇമേജേ മാറും. ആണ്, കാരണം എത്ര പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ സർവീസിന്റെ ഭാഗത്ത് പോയിട്ട് ആൾക്കാർക്ക് തലവേദന എടുക്കുന്ന തീരെ താല്പര്യം ആർക്കും താല്പര്യമില്ല. കാരണം അറിയാത്ത ആൾക്കാരുണ്ട്, പഠിച്ചവരുണ്ട്, പഠിക്കാത്തവരുണ്ട്. അത് ഞാൻ പേ ചെയ്യുന്നത് എൻ്റെ ആ ഒരു എന്താ പറയുക, എന്നെ സംബന്ധിച്ച് ഇപ്പം എനിക്കിപ്പോൾ വാറണ്ടി ക്ലെയിം എങ്ങനെ വാങ്ങിച്ചെടുക്കണം, അല്ലെങ്കിൽ അതിന് എന്താണ് അടുത്ത ഇപ്പോൾ ഒരു പണി ഇങ്ങനെ കിട്ടി, ഞാൻ എന്താണ് അടുത്ത് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. പക്ഷേ 99% യൂസേഴ്സിന് ഇത് അറിയത്തില്ല. അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതൊരു തലവേദനയാണ്. അതെ, ഇവൻ എന്നെ സംബന്ധിച്ച് അതൊരു തലവേദനയാണ്. എൻ്റെ ഒരു മാസത്തെ ടൈം അവിടെ പോയി, ഞാൻ എൻ്റെ പൈസ ടൈം കളയാൻ താല്പര്യമില്ലാത്ത ആൾക്കാരില്ല. കാരണം എനിക്കത് കിട്ടുമെന്ന് ഉറപ്പായിരുന്നു. പക്ഷേ ആ കിട്ടുമെന്ന് ഉറപ്പില്ലാണ്ട് ഫൈറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഭയങ്കര ഡ്രെയിനിങ് ആണ്. അപ്പോൾ അത് TVS നിങ്ങളതൊന്ന് ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഏറ്റവും വലിയ ഡൗൺ സൈഡ് കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്തുനിന്നും നോർമൽ എന്താ പറയുക ആളുകൾക്ക് പേടിയുള്ളത് സർവീസാണ്. അത് നന്നാക്കാണ്ട് നിങ്ങൾ എത്ര പ്രീമിയം വണ്ടികൾ ഇറക്കിയെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, അതിൽ ശ്രദ്ധ കൊടുത്തേ പറ്റും. കാരണം ഇപ്പം അത് എങ്ങനെ നന്നാക്കി, ഇപ്പം ഹോണ്ടയുടെ കാര്യം എടുക്കാനുണ്ട്. ഹോണ്ട ബിഗ് വിങ് കൊണ്ടുവന്നപ്പം അവരുടെ ബിഗ് വിങ് നെറ്റ്വർക്ക് അത്യാവശ്യം നല്ല സെപ്പറേറ്റ് ആക്കി. സെപ്പറേറ്റ് ആണ് റെഡ് ബിഗ് എന്നുള്ളത്. അപ്പോൾ പ്രീമിയം ആൾക്കാർ അവിടെ മാത്രം പോയാൽ മതി. എന്നിട്ട് അതിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ചിലയിടത്തൊക്കെ. എന്നാലും മൊത്തത്തിൽ നോക്കി കഴിഞ്ഞാൽ ഇത്രയും തലവേദനയില്ല. നിങ്ങൾക്ക് സമാധാനമായിട്ട് മാറി അവരെ ചിത്ത വിളിക്കാം. അതെ, ഹീറോ അതിന് പ്രീമിയം ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ കഥ അത് വേറെ കഥയാണ്. ഇന്ത്യൻ ബ്രാൻഡ്സ് എന്തുകൊണ്ടാണ് അതുകൊണ്ട് സെറ്റ് ആവുന്നില്ലെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലാവുന്നില്ല. അറിയില്ല. അല്ല, ഇന്ത്യൻ TVS മാത്രമായിട്ട് പറഞ്ഞല്ല. TVS ഉള്ളതുകൊണ്ട് TVS ആദ്യം. ഹീറോയും കഥ വേറെ ഒന്നുമല്ല. ഹീറോയ്ക്ക് നല്ല തെറി ഇത് കേൾക്കുന്നുണ്ട്. പ്ലസ് ഹീറോയുടെ പ്രശ്നം പറഞ്ഞാൽ അവർക്ക് ക്വാളിറ്റി ഇഷ്യൂസുകളുണ്ട്. ബജാജ് ആണെന്നുണ്ട്, പക്ഷേ ബജാജ് നല്ല അഫോർഡബിൾ ആണെന്ന് പറഞ്ഞാലും ബജാജിൻ്റെ സർവീസ് നെറ്റ്വർക്ക് അവർക്ക് ഒത്തിരി ഇടങ്ങളുണ്ടെന്ന് പറഞ്ഞാലും പ്രോപ്പർ സർവീസ് കിട്ടുക എന്ന് പറയുന്നത്, പക്ക സർവീസ് കിട്ടുക എന്ന് പറയുന്നത് റെയറാണ്. പക്ഷേ എന്നാലും TVS ആണ് ഏറ്റവും കൂടുതൽ ഇതിൽ പഴി കേട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഭയങ്കര ഇൻകൺസിസ്റ്റൻ്റ് ആണ് അവരുടെ സർവീസ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഫോണിൻ ഇപ്പോൾ എടുക്കാൻ പോകുന്നവർ ഞാൻ സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്യും. കാരണം ഞാൻ എടുത്തതിനേക്കാൾ 25,000 രൂപ വിലക്കുറവിലാണ് ഇപ്പോൾ ഈ വണ്ടി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിൽ എനിക്ക് നല്ല ദണ്ണമുണ്ട്. ഇപ്പം ഈ മിഡിൽ വേരിയൻറ്റ് നിങ്ങൾക്ക് 175 രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാം വിത്ത് ഡ്യുവൽ ചാനൽ ABS. എനിക്ക് സിംഗിൾ ചാനലേ ഉള്ളൂ. പോട്ട് ബേസ് എടുക്കുന്നതിന് ഒടുക്കത്തെ ലാഭം. അവന് 1.5-ക്കുള്ളിൽ ഓൺ റോഡ് കിട്ടും. അത് കിടിലൻ ഡീലാണ്. ടോപ്പ് എടുക്കേണ്ട ആവശ്യമില്ല ആരും. ആ കളർ ഇഷ്ടപ്പെട്ട് പോയി എടുത്താലേ ഉള്ളൂ. മിഡിൽ ഡ്യുവൽ ചാനൽ സേഫ്റ്റി നോക്കുന്നവർക്ക് ഡ്യുവൽ ചാനൽ ABS എടുക്കാൻ വേണ്ടി അത് ഞാൻ റെക്കമെൻഡ് ചെയ്യും. പക്ഷേ ഏറ്റവും ബെസ്റ്റ് ഡീൽ എന്ന് പറയുന്നത് ബേസ് ആണ്. പക്ക വാല്യൂ. ബ്ലൂടൂത്തും നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഡ്യുവൽ ചാനൽ നല്ലതാണ്. എല്ലാവർക്കും ഫ്രണ്ട് ബ്രേക്ക് ലോഡ് ചെയ്ത് പിടിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ അത് എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യാനായിരുന്നു. സോ എപ്പോഴും ഡ്യുവൽ ചാനൽ ABS സേഫ്. അതും 2 ലക്ഷത്തിനുള്ളിൽ നിൽക്കട്ടെ. 2 ലക്ഷത്തിനുള്ളിൽ ഈ വണ്ടി ഒരു കില്ലർ ഡീലാണെന്ന് ഞാൻ പറയുള്ളൂ. പിന്നെ ഇപ്പോൾ ഡിസൈനിൽ ഒരു കുറേ കൂടെ ഒക്കെ അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ബാക്കിലത്തെ ആ ഫെൻഡറൊക്കെ ഒന്ന് മാറ്റി ലുക്കും കാര്യങ്ങളെല്ലാം ഒന്ന് അപ്ഡേറ്റ് ചെയ്തു. പഴച്ച ചെയിൻ കവർ എടുത്ത് കളഞ്ഞ് സാധാ ആക്കി മര്യാദയ്ക്ക് ക്ലീൻ ചെയ്യാം, മര്യാദയ്ക്ക് ലൂബ് ചെയ്യാം. കഴിഞ്ഞ വീഡിയോക്ക് ഞാൻ ചെയിൻ ക്ലീനിങ്ങിനെ പറ്റിയൊക്കെ പറയുമ്പോഴത്തേക്ക് ഫേസ്ബുക്കിലൊക്കെ കമൻറ്റ് കാണണം, എടാ മണ്ട കവർ ഉള്ളത് നല്ലതല്ലേടാ, അതുകൊണ്ട് നിനക്ക് ഇടയ്ക്കിടയ്ക്ക് ചെയിൻ വൃത്തികേടാവത്തില്ലല്ലോ. കമന്റ് ഇടുന്ന പൊട്ടന്മാർക്ക് അറിയത്തില്ല സ്പ്ലെൻഡറിനകത്തും പാഷൻ പ്രോയ്ക്കകത്തും വരുന്ന നല്ല ഫുൾ കവറുള്ള ചെയിൻ കവർ അല്ല ഇതെന്നുള്ളത്. ഇത് ജസ്റ്റ് എസ്തെറ്റിക് ആണ്. ഈ വശത്തു നിന്ന് നോക്കി കഴിഞ്ഞാൽ കവർ ഇരിക്കുന്നത് തോന്നത്തുള്ളൂ. അങ്ങേ വശം ഓപ്പൺ ആണ്. എങ്ങനെയാണോ ഒരു കവറില്ലാത്ത ചെയിനെ ചള്ളയടിക്കുന്നത് അതുപോലെ തന്നെ ഇതിലും ചള്ളയടിക്കും. കവർ മാറ്റി നല്ല കാര്യം. അങ്ങനെ കുറച്ച് സ്ലീക്ക് ആക്കി ബാക്ക് വശം. അങ്ങനെ മൊത്തത്തിൽ വണ്ടിയിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഇനി ഇത് 1 ലക്ഷം കിലോമീറ്റർ തയ്ക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അടുത്ത യൂസർ റിവ്യൂ മിക്കവാറും ഞാൻ 1 ലക്ഷത്തിലായിരിക്കും ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഇനി ഒരെണ്ണം ചെയ്യേണ്ട ആവശ്യമൊന്നും എനിക്കൊന്നുമില്ല. അൺലെസ് എന്തെങ്കിലും മേജർ പണി വന്നാൽ ഞാൻ നിങ്ങൾ എന്തായാലും വീഡിയോയിലൂടെ അത് അപ്ഡേറ്റ് ചെയ്യും. പിന്നെ ഞാനിപ്പോൾ ഇതിൽ കാസ്ട്രോളിൻ്റെ 10W40 ഫുള്ളി സിന്തറ്റിക് എഞ്ചിനാലോചിക്കാം. പവർ ഓൺ അൾട്ടിമേറ്റ് പോയി ഒഴിച്ചേക്കില്ല. അത് പിന്നെ നിങ്ങൾ സർവീസ് മറ്റേ വാറണ്ടി പീരീഡ് കഴിയാണെന്ന് ഒഴിക്കാൻ ഞാൻ പറയുന്നില്ല. അപ്പോൾ ഒഴിച്ചിട്ട് പിന്നെ വാറണ്ടി കിട്ടില്ല എന്നോടൊന്നും വാറണ്ടി പീരീഡ് കഴിഞ്ഞതുകൊണ്ട് ഇനി നമുക്ക് എന്ത് മണ്ണെണ്ണ ഒഴിച്ച് വേണമെങ്കിലും വണ്ടി ഓടിക്കാം, ഒരു വിഷയമില്ല. പോയാൽ നമുക്ക് പോയെന്നുള്ളൂ. അപ്പോൾ അങ്ങനെ കുറച്ച് എക്സ്പീരിയൻസ് ചെയ്യണം വണ്ടിയിൽ. പല എഞ്ചിൻ ഓയിൽസും എഞ്ചിൻ ഓയിൽ ഗ്രേഡ്സും ഒക്കെ എനിക്കൊന്ന് ടെസ്റ്റ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ഇനി മൊത്തം എൻഡ്യൂറൻസ് ടെസ്റ്റാണ്. ഈ എഞ്ചിൻ ഇനി പറഞ്ഞു നിലത്ത് വീഴുകയോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ താടിക്കണം. അപ്പോൾ അങ്ങനെയുള്ള പരീക്ഷണങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും അതൊക്കെ കാണാനും അറിയാനും താല്പര്യമുള്ളവർ നമ്മളോട് നിൽക്കുക. ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ വാങ്ങിച്ചിട്ട് എനിക്ക് സെക്കൻഡ് ഹാൻഡ് വില കിട്ടുമോ അല്ലെങ്കിൽ ഇത് എൻ്റെ ജീവിതകാലം മൊത്തം ഓടിക്കുമോ എന്നുള്ളതല്ല എൻ്റെ മൈൻഡ് സെറ്റ്. ഐ എം എ മോട്ടോർ സൈക്കിൾ റിവ്യൂവർ. സോ എൻ്റെ കയ്യിലുള്ള വണ്ടിയിൽ എനിക്ക് എന്തും ചെയ്യാനുള്ള
ഫ്രീഡം ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ, സെൻസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലാണ്ട് ഇത് ഞാൻ കൊണ്ടുപോയി കടലിൽ മുക്കി കാണിക്കുവോ അല്ലെങ്കിൽ തോട്ടി തള്ളിയിടുവോ അല്ലെങ്കിൽ മരത്തടി കൊണ്ട് അടിച്ച് പൊട്ടിക്കാൻ പറ്റുമോ എന്ന് നോക്കോ, ഇതൊന്നും ആയിരിക്കത്തില്ല നമ്മൾ നോക്കുന്നത്. പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ ചൂണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. എഞ്ചിൻ ഓയിൽ ഗ്രേഡ് മാറിക്കഴിഞ്ഞാൽ എഞ്ചിൻ എന്തെങ്കിലും പറ്റുമോ, അല്ലെങ്കിൽ ഏതാണ് ബെറ്റർ എഞ്ചിൻ ഓയിൽ ഗ്രേഡ്, പിന്നെ ഈ പറഞ്ഞ പോലെ സർവീസ് ഇൻ്റർവെൽസിൽ ചേഞ്ചുകൾ വരുത്തി കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കുമോ, എത്രത്തോളം ഈ എഞ്ചിൻ ഡ്യൂറബിൾ ആണ്, എത്രത്തോളം ഇതിന് സ്ട്രെസ് താങ്ങാൻ പറ്റും. ഇന്റർവെൽസിൽ ചേഞ്ച് വരുത്തിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കും എന്നുള്ളത് ഉറപ്പാണ്. അത് പക്ഷേ എത്ര വരെ ചേഞ്ച്, എത്ര കവസാക്കിയും പൊട്ടും, എത്ര വരെ ചേഞ്ച് ചെയ്യാന്നുള്ളതായിരിക്കും നമ്മൾ നോക്കുന്നത്. അങ്ങനെ ഇപ്പൊ ഞാനിപ്പോ 6000 മാറേണ്ടത് 7000 മാറാൻ പറ്റുമോ എന്നുള്ളത്. പക്ഷെ 6000 ആവുമ്പോഴേ നമുക്ക് ആ എഞ്ചിൻ അതിനുള്ള ഒരു ഇത് കാണിച്ചു തുടങ്ങും, ഓയിൽ മാറാറായി എന്നുള്ളത്. കാരണം ഭയങ്കര റഫ് ആവും വണ്ടി, മാട്രാ നമ്മളോട് പറയും. ഞാൻ ഇനിയിപ്പോൾ ഒരു 5000 മാറാന്നാണ് വിചാരിക്കുന്നത്. കാരണം ഓൾറെഡി ഇത്രയും വണ്ടി കിലോമീറ്ററായി, തേയ്മാനമുണ്ട്. അപ്പോൾ ഇനിയും അധികം നീട്ടണ്ട, ഒരു 5000 ചേഞ്ച് ചെയ്യാം. പക്ഷേ ഞാൻ പല എഞ്ചിൻ ഓയിൽസ് ഒഴിക്കാൻ പ്ലാനുണ്ട്. അടുത്ത എനിക്ക് ഷെല്ല് ഒഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്, ആംസോയിൽ, അഡിനോള്, ഒട്ടുമിക്ക എല്ലാ ബ്രാൻഡ്സും എനിക്ക് ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയാൽ കൊള്ളാമെന്നുണ്ട്. ഇതുവരെ TVSന്റെ മാത്രം ഓയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് ട്രൈ ഔട്ട് ചെയ്യണം. അതായത് കിടില ഒരു ഓയിൽ ഒഴിച്ചിട്ട് 120 ക്രൂസ് ചെയ്താലും വൈബ്രേഷൻ അതെ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കുന്നുണ്ട്. ഇതിപ്പോൾ കാസ്ട്രോൾ ഒഴിച്ചപ്പോൾ തന്നെ എനിക്ക് വ്യത്യാസം വളരെ പ്രകടമാണ്. അതിനെപ്പറ്റിയുള്ള വീഡിയോ ഞാൻ ഒരു ബാംഗ്ലൂർ ട്രിപ്പ് ഉണ്ട്, അതുകൂടെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു ഹൈവേ ക്രൂസിംഗ് കൂടെ കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. പക്ഷേ ഇപ്പം അത് ഒഴിച്ചിട്ട് നല്ല വ്യത്യാസമുണ്ട്. പക്ഷേ വാറണ്ടി തീരാത്തവർ ഒഴിക്കേണ്ട. TVSന്റെ ഓയിൽ തന്നെ നല്ല ഓയിലാണ്. ആ വിലയ്ക്ക് അത്യാവശ്യം എഞ്ചിന് നല്ല പ്രൊട്ടക്ഷൻ തന്നെ തരുന്ന എഞ്ചിൻ ഓയിലാണ്. അപ്പം അത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾ ഒരു റോണിന് ഓണർ ആണെന്നുണ്ടെങ്കിൽ ഡു ലെറ്റ് മീ നോ. ശ്രദ്ധ വരുത്തോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ റോണിന് വാങ്ങാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം.